നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന യുഎഇയിലെ പുതിയ വിസ ചട്ടം ഒക്ടോബർ 3 മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. കൂടുതൽ ലളിതമായ വിസ, പാസ്പോർട്ട് സേവനങ്ങളാണ് ഇതിലൂടെ യുഎഇ അധികൃതർ ലക്ഷ്യമിടുന്നത്. ഇതോടെ വിസ എടുക്കുന്ന നടപടിക്രമങ്ങൾ പ്രവാസികൾക്ക് വളരെ എളുപ്പത്തിലായി. നിലവിലുള്ള വിസ രീതികൾ കൂടുതൽ ലളിതമാക്കുകയാണ് പുതിയ സംവിധാനത്തിലൂടെ. ഒപ്പം പ്രവാസികൾക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനവും താമസവും കൂടുതൽ സുഗമവും ലളിതവുമാകും. പ്രവാസികൾക്ക് ഏറെ ഗുണകരമാകുന്ന തരത്തിലാണ് പുതിയ വിസ നടപടികൾ. 5 വർഷം കാലാവധിയുള്ള ഗ്രീൻ റെസിഡന്റ് വിസയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തൊഴിലുടമയോ സ്പോൺസറോ ഇല്ലാതെ തന്നെ രാജ്യത്ത് തങ്ങാൻ സാധിക്കുന്ന ഒന്നാണ് ഗ്രീൻ വിസ. യുഎഇ പാസ്പോർട്ടുകൾ പുത്തൻ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരുക്കത്തിലുമാണ്. പലതരത്തിലുള്ള വിസിറ്റ് വിസകളാണ് യുഎഇ പുറത്തിറക്കിയിരിക്കുന്നത്. സിംഗിൾ, മൾട്ടിപ്പിൾ എൻട്രി സൗകര്യമുള്ള വിസകൾ ലഭ്യമാണ്. നേരത്തെ 30 ദിവസത്തേക്കായിരുന്നു സന്ദർശക വിസകളെങ്കിൽ ഇനി 60 ദിവസം വരെ ഇത്തരം വിസകളിൽ രാജ്യത്ത് താമസിക്കാം. വിസ അനുവദിക്കുന്ന അതേ കാലയളവിലേക്ക് അവ ദീർഘിപ്പിക്കുകയും ചെയ്യാം. തൊഴിൽ അന്വേഷിക്കാനായി സ്പോൺസറുടെ ആവശ്യമില്ലാതെ പ്രത്യേക വിസകളും അനുവദിക്കുന്നുണ്ട്. യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയത്തിന്റെ പട്ടികയനുസരിച്ച് 1, 2, 3 സ്കിൽ ലെവലുകളിൽ വരുന്ന ജോലികൾക്കായാണ് ഈ വിസ അനുവദിക്കുക. ഒപ്പം ലോകമെമ്പാടുമുള്ള മികച്ച 500 സർവകലാശാലകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന തൊഴിൽ പരിചയമില്ലാത്ത ബിരുദധാരികൾക്കും ജോലി കണ്ടെത്താനുള്ള വില ലഭിക്കും. അതുപോലെ രാജ്യത്ത് സന്ദർശകനായി എത്തുന്ന ഒരാൾക്ക് തന്റെ ബന്ധുവോ സുഹൃത്തോ ആയി ഒരു യുഎഇ പൗരനോ അല്ലെങ്കിൽ യുഎഇയിലെ സ്ഥിര താമസക്കാരനോ ഉണ്ടെങ്കിൽ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കാം. ഇതിനും സ്പോൺസറുടെ ആവശ്യമില്ല. 5 വർഷം കാലാവധിയുള്ള മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസകൾക്കും സ്പോൺസറുടെ ആവശ്യമില്ല. രാജ്യത്തേക്ക് 90 ദിവസം വരെ തുടർച്ചയായി താമസിക്കാൻ അനുമതിയുണ്ടാകും. ഇത് ആവശ്യമെങ്കിൽ പിന്നീട് 90 ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ 1 വർഷം 180 ദിവസത്തിൽ കൂടുതൽ യുഎഇയിൽ താമസിക്കാൻ സാധിക്കില്ല. ഈ വിസയ്ക്ക് $4000 തുല്യമായ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് തെളിയിക്കണം. വിസയ്ക്ക് അപേക്ഷിക്കുന്ന കാലയളവിന് 6 മാസം മുൻപ് വരെയുള്ള സമയത്തെ ബാങ്ക് ബാലൻസ് ആണ് പരിശോധിക്കുക. ദുബായിൽ താമസിക്കുന്ന ആളുകളുടെ ഫാമിലി സ്പോൺസർഷിപ്പ് നിബന്ധനയിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ആൺമക്കളെ 25 വയസ്സ് വരെ സ്വന്തം സ്പോൺസർഷിപ്പിൽ കൂടെ താമസിക്കാൻ സാധിക്കും. നേരത്തെ 18 വയസ്സായിരുന്നു ഇതിനുള്ള പ്രായപരിധി. അതേസമയം അവിവാഹിതരായ പെൺമക്കളെ പ്രായപരിധി ഇല്ലാതെ സ്വന്തം സ്പോൺസർഷിപ്പിൽ താമസിപ്പിക്കാൻ സാധിക്കും. ഗ്രീൻ റെസിഡൻസ് എടുത്താൽ അടുത്ത ബന്ധുക്കളെയും സ്പോൺസർഷിപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ദുബായിൽ ഗോൾഡൻ വിസ സംവിധാനത്തിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മിനിമം മാസ ശമ്പളം 50,000 ദിർഹത്തിൽ നിന്ന് 30,000 ദിർഹമാക്കി അധികൃതർ കുറച്ചിട്ടുണ്ട്. കൂടാതെ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ചില കാറ്റഗറികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും യുഎഇയുടെ പുതിയ വിസ ചട്ടങ്ങൾ പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരമാകുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.